കുട്ടികളെ നമസ്കാരം. US പ്രസിഡന്റ് അബ്രഹാം ലിങ്കൻ പറഞ്ഞതായി പറയപ്പെടുന്ന ഒരു വാചകം നിങ്ങൾ കേട്ട് കാണാം. യു ക്യാൻ ഫൂൾ ആൾ പീപ്പിൾ സം ഓഫ് ദ ടൈം ആൻഡ് സം പീപ്പിൾ ആൾ ദ ടൈം, ബട്ട് യു ക്യാൻ നെവർ ഫൂൾ ആൾ പീപ്പിൾ ആൾ ദ ടൈം. അതായത് നിങ്ങൾക്ക് എല്ലാവരെയും ചിലപ്പോഴും ചിലരെ എല്ലായ്പ്പോഴും വിഡ്ഢിയാക്കാൻ പറ്റിയെന്ന് വരും. എന്നാൽ എല്ലാവരെയും എല്ലായ്പ്പോഴും കബളിപ്പിക്കാൻ പറ്റുന്നതല്ല. ഈ വസ്തുത വേറെ വിധത്തിൽ പറഞ്ഞ് സത്യത്തിൻ്റെ മഹത്വവും പുളി പറഞ്ഞാലത്തെ ദൂഷ്യവും വിവരിക്കുകയാണ് ഉറവങ്കര ബാലോപദേശത്തിലെ ഖണ്ഡം 2 7 ശ്ലോകത്തിൽ. നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. നേരോതിടുന്നതിനു ദുർഘടമില്ലതെല്ലും ഹാരോബലങ്ങളുടെ ചേർച്ച വചസ്സിനുണ്ടാം. ഓരോ ഖലപ്പൊളിമരങ്ങളെ ഫലിക്കും, വേരോടെ വീഴുമവ പണ്ഡിതർ തൊട്ട കാറ്റാൽ. നേരെ ഓതിടുന്നതിന് ദുർഘടം തെല്ലും ഇല്ല. ഹാരോപലങ്ങളുടെ ചേർച്ച വചസ്സിന് ഉണ്ടാം. ജളേ ഓരോ ഖലപ്പുളിമരങ്ങൾ ഫലിക്കും, പണ്ഡിതർ തൊട്ട കാറ്റാൽ അവ വേരോടെ വീഴും എന്നാണ് ഇതിൻ്റെ അന്വയം. നേരെ ഓതിടുന്നതിന്, അതായത് സത്യം പറയുന്നതിന്, ദുർഘടം അപകടം വിഷമം ഒട്ടും തന്നെയില്ല, തെല്ലും ഇല്ല, ഒട്ടും തന്നെ ഇല്ല. സത്യം പറയുന്നതിൽ ലവലേശം വിഷമില്ല. മാത്രമല്ല ഹാരോപലങ്ങൾ അത് ചെയ്യുന്നതുകൊണ്ട്, ഹാരം എന്ന് പറഞ്ഞാൽ സ്വർണമാല, ഉപലം എന്ന് പറഞ്ഞെങ്കിൽ മുത്ത്, പവിഴം തുടങ്ങിയുള്ള വില പിടിച്ച കല്ലാണ് ഉപലം. അത് ഒരു സ്വർണമാലയിൽ ഇടയ്ക്ക് മുത്തും പവിഴമൊക്കെ വെച്ചാൽ അത് വളരെ ഭംഗി കൂടുമല്ലോ. അതുപോലെ വചസ്സിന്, വാക്കുകൾക്ക് നല്ല ചേർച്ച ആയി ഉണ്ടായി വരുന്നർത്ഥം. ഈ സത്യം അടങ്ങുന്ന വാക്കുകൾ പറഞ്ഞാൽ അത് ഒരു മുത്തും പവിഴമൊക്കെ അടങ്ങിയുള്ള ഒരു സ്വർണമാല പോലെ ആണ് എന്നാണ് ആദ്യത്തെ 2 വരി കൊണ്ട് പറയുന്നത്. അതായത് വാക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ വളരെ ശോഭിക്കുന്നതാണ്, അത് അഭികാമ്യവും ആണ്. ഉത്തരാർദ്ധത്തിൽ ഇതൊന്നുകൂടെ ഉറപ്പിക്കുകയാണ്. പുളി പറഞ്ഞാൽ ഓരോരോ പുളിമരങ്ങൾ, ഖലപ്പൊളിമരങ്ങൾ. ഖലം എന്ന് പറഞ്ഞാൽ എന്താ? ദുഷ്ടമായ, ക്രൂരമായ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ദുഷ്ടത കൊണ്ടുള്ള പുളിമരം, പുളിയാകുന്ന മരം, അസത്യമാകുന്ന വൃക്ഷം, അത് ഫലിക്കും. എവിടെ? ജളേ, ജളന്മാരുടെ അടുത്ത്, ബുദ്ധി കുറഞ്ഞ ആൾക്കാർ, മന്ദബുദ്ധികളായുള്ള അവരുടെ അടുത്ത് ഇത് ഫലിച്ചു വരും. അത് പുഷ്പിക്കും, കായ്ക്കും, ഫലം തരും. എന്നാൽ പണ്ഡിതൻ, അതായത് അറിവുള്ളവൻ തൊട്ട കാറ്റുകൊണ്ട്, കാറ്റിനാൽ, അതായത് വിദ്വാൻമാരുടെ സമീപത്ത്, അവരുടെ സാമീപ്യം ഉള്ള കാറ്റ് ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി, ആ പുളിമരങ്ങൾ, ഖലൻ്റെ പുളിമരങ്ങൾ ഫലിക്കില്ല, അത് കായ്ക്കില്ല എന്ന് മാത്രമല്ല കടയോടെ വേരോട് കൂടിയിട്ട് പറഞ്ഞു പോരും ചെയ്യും, മറിഞ്ഞു വീഴും. അതായത് അറിവുള്ളവർക്ക് ഒരാൾ പറയുന്നത് സത്യമാണോ അതോ പൊളിയാണോ എന്ന് വേഗത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും.
അതിന് ഒരു പോളിഗ്രാഫോ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. കേൾക്കുമ്പോൾ തന്നെ ഒരുവിധമൊക്കെ അവരുടെ ഭാവഹാവാദി ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും അത് സത്യമാണോ പുളിയാണോ എന്നുള്ളത്. അങ്ങനെ പിടിക്കപ്പെട്ടാൽ പിന്നീട് ഉണ്ടാകുന്ന ദുർഘടങ്ങൾ വളരെ വലുതാണ്. യാതൊരു കാരണവശാലും തമാശയ്ക്ക് പോലും കളിയായിട്ടും പുളി പറയരുത്. അങ്ങനെ ശീലിക്കണം. സത്യം മാത്രമേ പറയാവൂ കുട്ടികളെ എന്ന് വീണ്ടും ഉറപ്പിക്കുകയാണ് ഈ ശ്ലോകം വഴി. നമുക്ക് ആ ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. നേരോതിടുന്നതിനു ദുർഘടമില്ല തെല്ലും ആരോപലങ്ങളുടെ ചേർച്ച വചസ്സിനുണ്ടാം. ഓരോ ഖലപ്പൊളിമരങ്ങൾ ജളേ ഫലിക്കും വേരോടെ വീഴുമവ പണ്ഡിതർ തൊട്ട കാറ്റാൽ. 2 തവണ ചെന്നായ ചെന്നായ എന്ന് വിളിച്ചു പറഞ്ഞ് ഒരു ആട്ടിട ചെക്കൻ നാട്ടുകാരെ പറ്റിച്ചതും പിന്നെ യഥാർത്ഥ ആയിട്ട് ചെന്നായ വന്നപ്പോൾ അയ്യോ ചെന്നായ വന്നേ ചെന്നായ വന്നേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആൾക്കാരും ചെന്നില്ല എന്നും ആ ചെന്നായ ആടുകളെയും ചിലപ്പോൾ ഇവനെ തന്നെയും കൊന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ എപ്പോഴും കളിയായിട്ട് പോലും പുളി പറയരുത് എന്നുള്ള അത് കുട്ടിക്കാലത്ത് തന്നെ നമ്മളെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉറവങ്കര പല കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നത്. നമുക്ക് അത് ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.